ഹലോ സ്റ്റുഡൻസ്, എജൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജനറൽ എക്കണോമിക്സിന്റെ എക്സാം ആണല്ലേ വരുന്ന 3-ാം തീയതി ജനറൽ എക്കണോമിക്സിന്റെ എക്സാം ആണ്. അപ്പോൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ജനറൽ എക്കണോമിക്സിലെ ലൈവുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും എജൂമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട്. നമ്മുടെ എജൂമിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും +1, +2, ഡിഗ്രി, PG ചെയ്യാം. പരിചയസമ്പന്നരായ അധ്യാപകർ, മിതമായ ഫീസ്, 24 മണിക്കൂറും മെന്റർഷിപ്പ്, കഴിഞ്ഞ 3 ബാച്ചുകളിൽ 100% വിജയം, കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. എജൂമി, കേരള, തമിഴ്നാട്, കർണാടക. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ജനറൽ എക്കണോമിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേർഡിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. ഡയറക്ട് ടാക്സ് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡയറക്ട് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ കൊടുക്കുന്ന ടാക്സിനാണ്, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സിനാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്ട് ടാക്സ് എന്താണ്? സിമ്പിൾ ആണ്. An indirect tax is imposed on goods and services and is paid indirectly by consumers when they purchase product. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസ്യൂമർ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന രൂപമാണ്. അതിന്റെ രൂപം എങ്ങനെയാണ്? GST ഉണ്ടാവും. അതേപോലെ നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് GST ഉണ്ടാവും. അതല്ല വേറെ എന്തെങ്കിലും വാങ്ങുമ്പോൾ ടാക്സ്, ഒരുപാട് ടാക്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന രൂപത്തിലുള്ളതിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സും. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഭൂനികുതി അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സിനാണ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അല്ലേ? അപ്പോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, ഡയറക്റ്റ് ടാക്സ് എന്താണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് മണി. മണിയുടെ ഫങ്ഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മണി പെർഫോംസ് സെവറൽ കീ ഫങ്ഷൻസ്. സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഇൻ ആൻ എക്കോണമി, ഒരു എക്കോണമിയിൽ. ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രേഡ്, എക്കോണമിക് ആക്ടിവിറ്റി. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സാമ്പത്തിക വ്യവസ്ഥകളെയും ആക്ടിവിറ്റീസിനെയും അത് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഒരു 3 ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പോയിന്റുകളൊക്കെ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്ഷൻ ബിയിലെയും അതേപോലെ സെക്ഷൻ എയിലെയും ചോദ്യങ്ങൾക്ക് ഇതേപോലെ കൃത്യമായിട്ട് പോയിന്റുകളാക്കി എഴുതാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് മണി എന്താകുന്നുണ്ട്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയി നിൽക്കുന്നുണ്ട്. അതായത് ഇറ്റ് used to buy and sell all goods and services. സർവീസസും ഗുഡ്സും നമ്മൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ടുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നുണ്ട് ആര്? മണി. രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ നോക്കാം, സ്റ്റോർ ഓഫ് വാല്യൂ. ഈ മണിക്ക് എന്തുണ്ട്? നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. അതാണ് പറയുന്നത്. മണി ക്യാൻ ബി സേവ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി സേവ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. അതായത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റിൽ ഡെബ്റ്റ്സ് പേയബിൾ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്ക് ബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് തിരിച്ചടക്കാൻ പറ്റും. നമുക്ക് എന്ത് പറ്റും? മണി കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പ്രധാനമായിട്ടും 3 ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, ബാക്കി നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് ഉറപ്പെടുത്താണ്. നെക്സ്റ്റ് ഒരു ചോദ്യം, വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദ്യം. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതുവായിട്ടുള്ള ചെലവ് എന്താണെന്നുള്ളതാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ സ്പെൻഡിങ് ബൈ ദ ഗവൺമെന്റ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് പബ്ലിക് വെൽഫെയർ. മനസ്സിലായില്ലേ? ഒരു ഗവൺമെന്റ് പൊതു വെൽഫെയറിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിനാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് നമുക്ക് റോഡ് ഉണ്ടാക്കി തരുന്നുണ്ട് അല്ലെ, അതൊരു പബ്ലിക് വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ? അതെ, അതൊരു സർവീസ് ആണ്. അതേപോലെ ഗുഡ്സ്, ഒരുപാട് ഗുഡ്സുകൾ ഇവിടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് സിമ്പിളാക്കി മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. എന്താണ് ഡിമാൻഡ് എന്ന്?
അതേപോലെ അതിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിമാൻഡിനെ തീരുമാനിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് refers to the quantity of a good or service that consumers are willing and able to buy at various prices during a period of time. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ വ്യത്യസ്ത വിലകളിലുള്ള രൂപത്തിലുള്ള കൺസ്യൂമർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ്, ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. പല ഒരു ഗുഡിനുണ്ടാവും പല കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ഈ കൺസ്യൂമേഴ്സ് എന്തുണ്ടാവും, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടാവും, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് വ്യത്യസ്ത പ്രൈസുകളിലായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിനെ പറയുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാലോ ഈ ഡിമാൻഡ്, ഒരു വസ്തുവിന്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? പ്രൈസ് ഓഫ് ദ ഗുഡ്. ആ ഗുഡിന്റെ പ്രൈസിലെ ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഈ പെന്നിന് ഒരു കടയിൽ 500 രൂപയോ മറ്റൊരു കടയിൽ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൺസ്യൂമേഴ്സ് ഈ 500 രൂപയുടെ പേനയിലേക്കാണ് പോവുക. അപ്പൊ ഈ ഒരു പേനയുടെ എന്താണ് വില, ഈ പേനയുടെ ഡിമാൻഡ് ഇവിടെ കൂടുകയാണ്. അപ്പൊ പ്രൈസ് ഓഫ് ദ ഗുഡ്, ഒരു ഗുഡിന്റെ പ്രൈസ് വളരെ ഒരു ഡിറ്റർമിനന്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇനി പ്രൈസ് ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, ആ കൺസ്യൂമറിനുള്ള ഇൻകവും പ്രധാനമാണ് അല്ലെ. ഇപ്പൊ 2 വ്യക്തികൾ എടുക്കുക, എ ആൻഡ് ബി. എന്റെ ഇൻകം എന്ന് പറയുന്നത് മാസത്തിൽ എന്റെ ഇൻകം എന്ന് പറയുന്നത് 1000 രൂപയും എന്നാൽ ബിയുടെ എന്ന് പറയുന്നത് 100 രൂപയുമാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാളുടെയും ഡിമാൻഡുകൾ വ്യത്യാസമായിരിക്കും അല്ലെ. 1000 എ എന്ന വ്യക്തി 500 രൂപയുടെ സാധനമായിരിക്കും വാങ്ങുന്നുണ്ടാവുക. ബി എന്ന് പറഞ്ഞ ഈ 50 രൂപയുടെ സാധനമായിരിക്കും വാങ്ങുന്നുണ്ടാവുക. അപ്പൊ രണ്ടിന്റെയും ഡിമാൻഡ് വ്യത്യാസമല്ലേ, ഇതാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഉപഭോക്താവിന്റെ ഇൻകമും ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. മൂന്നാമതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അല്ലെ. എ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ എടുക്കാം നമുക്ക്. ഇവിടെ എ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, ബി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. എ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും, ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പൊ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചും എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡുകൾ വ്യത്യാസമാകും. അതേപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ. ഇവിടെയും നമുക്ക് എന്റെ ബിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ത് ചിന്തിക്കുന്നുണ്ടാവും, ഫ്യൂച്ചറിൽ എനിക്ക് ഇത് ആവശ്യം ഉണ്ടാകുമോ. ബി എന്ത് ചിന്തിക്കുന്നുണ്ടാവും, ഫ്യൂച്ചറിൽ എനിക്ക് ഇത് ആവശ്യം ഉണ്ടാകുമോ ഇല്ലെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ആണ് ഡിമാൻഡിനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളതാണ്. യൂട്ടിലിറ്റി ഇസ് എ സാറ്റിസ്ഫിക്കേഷൻ ഓർ പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം ദ കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ്. ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഗുഡ് അത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫിക്കേഷൻ ഓർ ദ പ്ലഷർ, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് എ ബഡ്ജറ്റ്? എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലെ, നമുക്ക് കേരളത്തിനും അതേപോലെ തന്നെ ഇന്ത്യ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നിർബന്ധ ബുദ്ധിയാൽ വരേണ്ട ഒരു സാധനമാണ്. ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഷോവിങ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ഷോ ചെയ്യുന്നുണ്ട്? എന്തൊക്കെയാണ് ഷോ ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് ഇൻകം, അതായത് ഇനി വരാൻ പോകുന്ന വരവുകൾ എങ്ങനെയാണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കേണ്ട വരവുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽ ഷോ ചെയ്യും. അതേപോലെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഫോർ എ സ്പെസിഫിക് പീരിയഡ്, ഇപ്പൊ ഒരു വർഷത്തിനാണെന്നുണ്ടെങ്കിൽ 1 ഇയർ, ഈ 1 ഇയറിൽ വരാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറും ഷോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യമാണ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ളത്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. അത് ഒരു ബ്രാഞ്ചാണ്, എക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. ദാറ്റ് സ്റ്റഡീസ്, അത് എന്തിനെ കുറിച്ച് പഠിക്കുന്നു? ദ ബിഹേവിയർ ഓഫ് ആൻ എക്കോണമി ആസ് എ ഹോൾ അല്ലെ. ഒരു എക്കോണമി ഹോൾ ആയിട്ടുള്ള രൂപത്തിൽ, വലിയൊരു രൂപത്തിൽ, ഒരു കൺട്രിയുടെ മുഴുവനായിട്ടുള്ള രൂപത്തിൽ പഠിക്കുക എന്നാണ്. ഫോക്കസിങ് ഓൺ അഗ്രഗേറ്റ്സ് ലൈക്ക് GDP, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇങ്ങനെ ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള GDP, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ഇങ്ങനെ ഹോളായിട്ട് പഠിക്കുന്നതിനാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GNP എന്ന് പറഞ്ഞാൽ എന്താണ് GNP? വാട്ട് ഈസ് GNP? ഗ്രോസ്, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് GNPന്റെ ഫുൾ ഫോം. അപ്പൊ GNP എന്ന് പറഞ്ഞാൽ ഇസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ എ ഗിവൺ പീരിയഡ്. ഒരു 1 ഇയറിൽ
ഒരു ഇയർ എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിലുള്ള മുഴുവൻ റെസിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള താമസക്കാർ മുഴുവനും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂ ആണ് GNP എന്ന് പറയുന്നത്. അപ്പൊ GNP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് ദ ഇൻകം ഓഫ് ഫ്രം അബ്രോഡ്. അല്ലെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വിദേശത്തുണ്ട്. ആ വിദേശത്തുള്ള ആൾക്കാർ സമ്പാദിക്കുന്നതോടും ഇവിടെ ബാധകമാണ്. അപ്പൊ അതുകൂടി ഇതിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഈ മുഴുവൻ കാര്യങ്ങളെയും സർവീസിന്റെയും ഗുഡ്സിന്റെയും ടോട്ടൽ വാല്യൂ ആണ് GNP എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജനറൽ എക്കണോമിക്സിന്റെ എക്സാം ആണ് ഈ 3-ാം തീയതി വരുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് വൃത്തിയായിട്ട് പഠിച്ച് കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് എക്സാം എഴുതാനുള്ള എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. പിന്നെ എജുമിയിൽ ഇനിയും ഒരുപാട് വീഡിയോകളും വരാനുണ്ട് ജനറൽ എക്കണോമിക്സിന്റെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും കാത്തു നിൽക്കുക. നമ്മളെ എക്സാമിന്റെ തലേന്ന് നല്ല മിൻഹാജ് സാറിന്റെ ലൈവുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ലൈവിലൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൾ.